ചെറിയ വില്ലേജും നല്ല കുറെ ആൾക്കാരും കേട്ടോ. കരേരി വില്ലേജ്. ഇത് വെച്ചിട്ട് ഇനി ചായ ഉണ്ടാക്കാൻ പോകണ്ടേ? ചായ ശരിക്കും പറഞ്ഞാൽ ഹിമാചലിൽ നമ്മൾ അറിയാത്ത ഒരുപാട് വില്ലേജുകളുണ്ട്. അപ്പൊ നമ്മൾ ഇന്നലെ ബൈ ചാൻസ് ധരംശാലയിൽ നിന്ന് ഇങ്ങനെ റൂംസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണ സമയത്തുണ്ടല്ലോ, നമുക്ക് ബൈ ചാൻസ് കിട്ടിയതാണ് കരേരി വില്ലേജ്. ശരിക്കും പറഞ്ഞാൽ ഹിമാചലിൽ നമ്മൾ അറിയാത്ത ഒരുപാട് വില്ലേജുകളുണ്ട്. ഒരുപാട് വില്ലേജ് ഉണ്ട്. അങ്ങനത്തെ ഒരു വില്ലേജാണ് ഇത്. ഇതിനാണെന്നുണ്ടെങ്കിൽ അധികം പോപ്പുലേഷനോ കാര്യങ്ങളോ ബാക്കിയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. കൃഷി റിലേറ്റഡ് ആണ് ഇവരുടെ ലൈഫും ലൈഫ് സ്റ്റൈലും എല്ലാം. പശു, ആട്, കൃഷി, ഒരു ചെറിയ വില്ലേജും നല്ല കുറെ ആൾക്കാരും കേട്ടോ. നമ്മൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഞ്ജു എന്ന് പറയുന്ന സഞ്ജു ബാബയുടെ ഹോം സ്റ്റേയിലാണ്. ഇത് നമുക്ക് ഗോയിബിബോ അങ്ങനെയുള്ള എല്ലാ പ്ലാറ്റ്ഫോമിലും രജിസ്റ്റേർഡ് ആണ്. ഓക്കെ, ചീപ്പ് ബഡ്ജറ്റിൽ നമുക്ക് നല്ല ലോക്കൽ ഫുഡ് മൊത്തം നല്ല അടിപൊളി നീറ്റ് ഫുഡ് ഇവർ തന്നെ കൾട്ടിവേറ്റ് ചെയ്തെടുക്കുന്ന ഫുഡുകളും കാര്യങ്ങളൊക്കെ തന്നെയാട്ടെ ഇവർ നമുക്ക് ഗസ്റ്റിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഗസ്റ്റായിട്ടൊന്നല്ല കൺസിഡർ ചെയ്താണ്, നമ്മൾ നല്ല ഫ്രണ്ട്സായിട്ട് തന്നെ അവർ കൺസിഡർ ചെയ്ത് നമ്മളതുപോലെ തന്നെ ട്രീറ്റ് ചെയ്തു. അടിപൊളി ഫെസിലിറ്റിയും ഹോസ്പിറ്റാലിറ്റിയും ആണ് കേട്ടോ ഇത് വരുന്നത്. ചെറിയ ബഡ്ജറ്റിൽ തന്നെ നമുക്ക് ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കിട്ടും കേട്ടോ. അത് പക്ഷേ ഈ സ്പോട്ട് ഇതൊരു രക്ഷയില്ല കേട്ടോ. നമുക്കൊരു 360 വ്യൂവും എല്ലാം കൊണ്ടും അടിപൊളി സ്പോട്ടിലേക്കാണ് കേട്ടോ ഞങ്ങൾ എത്തിച്ചേർന്നത്. അതുകൂടാണ്ട് സഞ്ജു ബാബയുടെ ഫാമിലി ഒരു രക്ഷയില്ലാത്ത ഫാമിലി, 2 പിള്ളേരും ആളുടെ വൈഫും ആളുടെ അമ്മയും എല്ലാവരും അടിപൊളി, ഭയങ്കര സ്നേഹമായിരുന്നു. നമ്മളിതൊന്നും നമ്മുടെ ഈ യാത്രയിൽ പ്രതീക്ഷിക്കുന്നില്ല. നമ്മൾ ധരംശാല കാണുന്നു, ധരംശാല കണ്ട് തിരിച്ചിറങ്ങി പോകാമെന്ന് മാത്രമാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ ഇത് ബൈ ചാൻസ് ട്രാവലിംഗ് ആയി. ബൈ ചാൻസ് നമ്മളൊരു ചെറിയ വില്ലേജ് കണ്ടുപിടിച്ച് അതിനകത്ത് എക്സ്പ്ലോർ ചെയ്യാന്നുള്ളൊരു ചെറിയൊരു മൂഡ് മാത്രമേ വെച്ചിട്ടുണ്ടായില്ല. പക്ഷെ ഇത് നമുക്ക് കിട്ടിയാൽ ഏറ്റവും ട്രില്യൺ മൂവ്മെന്റ്സ് ആണ് ഇന്നലെ നൈറ്റ് തൊട്ട് നമുക്ക് ഈ സെക്കൻഡ് വരെയും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ശരിക്കും ബാക്കിയുള്ളടത്തെ പോലത്തെ കൃഷിയും കാര്യങ്ങളൊന്നല്ല. ആപ്രിക്കോട്ട്, ആപ്പിൾ അതൊന്നല്ല. ബാർലി, വീറ്റ് അങ്ങനത്തെ സാധനങ്ങളാണ്. പ്രോപ്പർട്ടിയിൽ നിന്ന് നമുക്കൊരു 360 അടിപൊളി വ്യൂ ഉണ്ട് കേട്ടോ. അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ പറയാനില്ലേ. ഹിമാചൽ ഇത്ര അടിപൊളിയാണ് കേട്ടോ. മോർണിംഗ് സണ്ണടിച്ചാൽ തന്നെ ഈ വില്ലേജ് കാണാൻ നല്ല രസമാണ്. നല്ല പച്ചപ്പും എല്ലാം കൊണ്ടും ഇവിടെ മനസ്സിനൊരു കുളിർമ തരാൻ പറ്റുന്ന എന്തോ ഈ വില്ലേജിലുണ്ട് കേട്ടോ. തന്നെ ഈ വില്ലേജിന്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് കരേരി ലേക്ക്, അതായത് നമുക്ക് ഇവിടെ നിന്ന് ഒരു 4 കിലോമീറ്റർ നമുക്ക് വണ്ടി എത്തും. അവിടെ നിന്ന് 9 കിലോമീറ്റർ ട്രക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കരേരി ലേക്കിലും കൂടി എത്തിച്ചേരാൻ പറ്റും കേട്ടോ. അതും അടിപൊളി ട്രക്കുകളാണ്. നമ്മൾ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. ഇനിയൊരു വട്ടം ഈ സൈഡ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും വരും. കാരണം അത് നല്ലൊരു ട്രക്കാണ്, നല്ലൊരു ആംബിയൻസ് ആണ്. നമ്മൾ സഞ്ജു ബാബയുടെ കൂടെ ഒരു ദിവസം കൂടി എന്തായാലും ചിലവഴിക്കാനായിട്ട് വരും. ഹിമാചലിൽ അൺടച്ചഡ് ആയിട്ടുള്ള ഒരുപാട്, അതായത് അത് കൊമേഴ്ഷ്യലൈസ് ആവാത്ത ഒരുപാട് വില്ലേജസ് ഉണ്ട്. ഈ വില്ലേജിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നിയൊരു വില്ലേജാണ് കരേരി. ഒരു രക്ഷയില്ലാട്ടോ, പറയാനില്ലേ. ടെന്റ് സ്റ്റേ അടിക്കാനുള്ള ഫെസിലിറ്റിയും കൂടി പുള്ളി ചെയ്തു കൊടുക്കാറുണ്ട് കേട്ടോ. ഈ ഒരു സ്പോട്ടിലും ചെയ്തു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ടെറസിലും നമുക്ക് ടെന്റ് ചെയ്യാനുള്ള ആവശ്യത്തിനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ. ബഡ്ജറ്റ് പിടിച്ച് ട്രാവൽ ചെയ്യണവർക്ക് എന്തുകൊണ്ടും അടിപൊളിയായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടും കൂടിയാണ് കേട്ടോ കരേരി വില്ലേജ്. അങ്ങനെ അത്രയും പുറത്തേക്ക് അങ്ങനെ ഫേമസ് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടേക്കുള്ള ട്രാൻസ്പോർട്ടേഷനും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ കുറവ് തന്നെയാണ്. ആൾക്കാരും കുറവാണ്, ടാക്സി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കുറവാണ്. കൺജസ്റ്റഡ് ആയിട്ടുള്ളൊരു വില്ലേജേ അല്ല ഇത്. ഈ ഒരു ട്രീ ഉണ്ടോ, ഈ സംഭവം എന്താണെന്ന് മനസ്സിലായോ? ഇതാണ് കേട്ടോ വാൾനട്ട്. ഉണ്ടായി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഈ വില്ലേജിൽ എത്തിച്ചേരാനായിട്ട് നമുക്ക് ഗേര എന്ന് പറഞ്ഞ വില്ലേജ് വരെ, അതായത് ധരംശാലയിൽ നിന്ന് ഗേര എന്ന് പറയുന്ന വില്ലേജ് വരെ നമുക്ക് ബസ് സർവീസ് അവൈലബിൾ ആണ്. ആ ഗേരയിൽ നിന്ന് നമുക്ക് ഷെയർ ടാക്സിയോ അല്ലെങ്കിൽ
ഈ പറയുന്ന പോലെ പേഴ്സണൽ ടാക്സി എടുത്ത് വരാവുന്നതാണ്. ഷെയർ ടാക്സി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം പെർ ഹെഡ് ഒരു 100-150 രൂപയ്ക്ക് ഇവിടെ എത്തിച്ചേരാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൈവറ്റ് ടാക്സി അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു 400 രൂപ വെച്ച് എന്തായാലും കൊടുക്കേണ്ടി വരും കേട്ടോ. ഈ വില്ലേജിന് വേറൊരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ട്രാഫിക്കോ ബാക്കിയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. ഉള്ളതൊരു ചെറിയ വഴിയാണ്. ട്രാൻസ്പോർട്ടേഷൻ, അതായത് ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ ഇവിടേക്ക് ചാലും ആയിട്ടില്ല. നമുക്ക് ഗേര വില്ലേജ് വരെയാണ് നമുക്ക് പ്രോപ്പറായിട്ട് ഇവിടേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് സഞ്ജു ബാബ. അപ്പോൾ കരേരിയിലെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സഞ്ജു ബാബനെ കോൺടാക്ട് ചെയ്യാൻ ഞാൻ നമ്പറും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തേക്കാം കേട്ടോ. ഈ മരത്തുമ്പോൾ ഒരു വൈക്കോലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പ്രിസർവ് ചെയ്ത് വെച്ചാണോ പശുവിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. യെസ്, ഇത് ഉണക്കി ഇങ്ങനെ പ്രിസർവ് ചെയ്യാണ്. അപ്പം നിങ്ങൾ ഈ ഒരു പൂവുണ്ടോ, ഇത് വലിയൊരു സംഭവമാണ്. ഇതിന്റെ പേരാണ് ബ്രാസ്. ഹിമാചലിൽ ധരംശാല സൈഡിലാണ് ഈ സാധനം കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ അത്. ഇതിന്റെ പൂവ് നമുക്ക് തിന്നാനും പറ്റും. പിന്നെ അതുപോലെ തന്നെ സബ്ജി, ചട്നി, ചായ ഉണ്ടാക്കാൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഇത് യൂസ് ചെയ്യും കേട്ടോ. ഇത് വെച്ചിട്ട് ഇനി ചായ ഉണ്ടാക്കാൻ പോകണ്ട. ചായ നമ്മൾ സഞ്ജു ബാബയുടെ ഹോം സ്റ്റേ എന്ന് ഇറങ്ങിയപ്പോൾ സഞ്ജു ബാബ ഒരു ലേക്കിനെ പറ്റി മെൻഷൻ ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ ആ ലേക്കിലേക്കുള്ള വഴിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വണ്ടി എടുത്ത് രാവിലെ തന്നെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. നൗഹേലി എന്ന് പറഞ്ഞ സ്പോട്ടിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ കരേരി ലേക്കിൻ്റെ ട്രക്കിങ് വരുന്നത്. നമ്മൾ ആ സ്പോട്ടിലേക്കുള്ള യാത്രയിലാണ്. വഴി മൊത്തം ചെറുതാണ്, ചെറിയ വഴി കൂടെയാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. പക്ഷേ അതിമനോഹരമാണ് പോകുന്ന വഴികളെല്ലാം തന്നെ. തികച്ചും ഒരു കാറിന് മാത്രം പോകാൻ പറ്റുന്ന വഴിയാണ് ഇവിടെ ഉള്ളത് കേട്ടോ. ഓപ്പോസിറ്റ് ഒരു കാറ് വന്നു കഴിഞ്ഞാൽ നമ്മൾ സൈഡ് ഒതുക്കി കൊടുക്കണം. സൈഡ് ഒതുക്കാൻ പോലും നമുക്ക് സ്ഥലമില്ല. ഒന്നില്ലെങ്കിൽ റിവേഴ്സ് വെക്കണം, അല്ലെങ്കിൽ അവർ റിവേഴ്സ് വെക്കണം. അല്ലെങ്കിൽ ഒരാൾ കോർപ്പറേറ്റ് ചെയ്താൽ മാത്രമാണ് കേട്ടോ നമുക്ക് ഈ വഴി കൂടെ ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. വഴി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മാറ്ററേ അല്ല. പക്ഷെ നമ്മൾ പോകുന്ന ഡെസ്റ്റിനേഷൻ അത് മാത്രമാണ് നമ്മുടെ മാറ്റർ. സഞ്ജു ബാബയുടെ നിന്നാണ് നമുക്ക് കരേരി ലേക്കിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാന്നുള്ള ചിന്ത വന്നതിന് ശേഷമാണ് നമ്മൾ രണ്ടുപേരും കൂടി കാർ എടുത്ത് ഇതിന്റെ പിറകെ വെച്ചത്. ശരിക്കും പറഞ്ഞാൽ ധരംശാല വന്നു കഴിഞ്ഞിട്ട് ഈ കരേര വില്ലേജ് കയറുത് ഇതിപ്പോഴാണ് ഈ ട്രാവൽ മൊത്തം വെറുത്തായത്. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് മൊത്തത്തിൽ നഷ്ടമായാണ്. കരേരി ലേക്കിലേക്ക് ട്രെക്ക് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ബ്രാസ് എന്ന് പറയുന്ന പൂക്കളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ആ വാലി മൊത്തം കാണാനായിട്ട് ഭയങ്കര ഭംഗിയായിരിക്കും. ഈ ബ്രാസ് എന്ന് പറയുന്ന പൂവ് 2 നിറത്തിൽ നമുക്ക് കിട്ടും. ഒന്ന് ചുവന്ന നിറത്തിലും ഒന്ന് പിങ്ക് നിറത്തിലും. അപ്പോൾ കരേരിയിലേക്കും ട്രക്കിൻ്റെ വിശേഷങ്ങളുമായിട്ട് ഇനിയൊരു വീഡിയോ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരേക്കും ബായ്.